Dear friends, welcome back to Learning Hub. Let's learn together with Dhanya. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കേസസ് അമെൻമെന്റ് ആക്ടിന്റെ പാർട്ട് 5 വീഡിയോ ആണ്. അപ്പോൾ 4 പാർട്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണാം. ഓക്കെ, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഉറപ്പായിട്ടും നമുക്കത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്, കുറച്ച് അധികം ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നൊന്ന് കമന്റ് കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഹാസ് ഡിസൈഡഡ് ടു എൻഹാൻസ് ദ ഷെയർ വാല്യൂ, the right of a member to continue in membership will remain for a period of dash years from the date of enhancement of value of share as per section dash of KCS Act 1969. Okay, ഒരു സൊസൈറ്റി ജനറൽ ബോഡിയിലൂടെ അവരുടെ ഷെയറിന്റെ വാല്യൂ, ഓക്കെ, ഓഹരിയുടെ മൂല്യം ഉയർത്താനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മെമ്പർക്ക് ആ ഒരു സൊസൈറ്റിയിൽ അവരുടെ മെമ്പർഷിപ്പ് ഈ ഉയർത്തിയ, അതായത് ഷെയർ വാല്യൂ ഉയർത്തിയതിന് ശേഷം എത്ര വർഷം വരെ തുടരാമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? അപ്പം അത് പറയുന്നത് സെക്ഷൻ 19ലാണ്. സെക്ഷൻ 19ലെ സബ്സെക്ഷൻ 2ലാണ് പറയുന്നത്. ഒരു സംഘത്തിന്റെ പൊതുയോഗം അവരുടെ ഓഹരി മൂല്യം ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് അവരുടെ അംഗത്വത്തിൽ തുടരാനുള്ള അവകാശം ആ ഓഹരി മൂല്യം ഉയർത്തിയ തീയതി മുതൽ 5 വർഷ കാലയളവിലേക്കാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, 5 years. അപ്പോൾ ആ ഷെയർ വാല്യൂ എൻഹാൻസ് ചെയ്തതിന് ശേഷം 5 വർഷത്തേക്ക് അവരുടെ മെമ്പർഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, എന്നാൽ അത് അവർക്ക് എത്ര ഓഹരിയാണോ കൈവശമുള്ളത് അത് കൈവശമുള്ള ഓഹരിയുടെ ഉയർത്തിയ മൂല്യം ഒടുക്കുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഒരു അംഗമെന്ന നിലയിൽ അയാളുടെ അവകാശങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ 5 വർഷത്തേക്കാണ് ഒരു മെമ്പർഷിപ്പ് അവിടെ ഉണ്ടായിരിക്കുക, റൈറ്റ്, അതായത് ഷെയർ വാല്യൂ എൻഹാൻസ് ചെയ്തതിന് ശേഷവും. ഓക്കെ, അത് സെക്ഷൻ 19 സബ്സെക്ഷൻ 2ലാണ് പറയുന്നത്. Number 32. As per section dash of KCS Act 1969, every society shall keep open to inspection for its members the summary of defects included in the latest statutory audit report along with the rectification report approved by dash and dash of the society. ഓക്കെ, അപ്പം ഏത് സെക്ഷനിലാണ് ഒരു സൊസൈറ്റിക്ക് അവരുടെ മെമ്പേഴ്സിന് കുറച്ച് ഇൻഫർമേഷൻസ് അറിയാനുള്ള അധികാരങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇൻസ്പെക്ട് ചെയ്യുമ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവുന്ന സമ്മറി ഓഫ് ഡിഫക്ട്സും അതുപോലെ തന്നെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്സും എല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കണം മെമ്പേഴ്സിന്. ഓക്കെ, ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അത് അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ഓക്കെ, ആ സൊസൈറ്റിയിൽ ഈ ഒരു സാധനങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മെമ്പേഴ്സിന് ഇൻസ്പെക്ഷന് റൈറ്റ് ഉണ്ട്. ആ ഒരു ഇത് കാണിച്ചു കൊടുക്കാൻ ആർക്കാണ് അപ്രൂവൽ കൊടുക്കേണ്ടത്? ആരാണ് അപ്രൂവൽ കൊടുക്കേണ്ടത്? ഓക്കെ, അപ്പം ഇത് പറയുന്നത് സെക്ഷൻ 19B ജി എന്ന് പറയുന്ന സബ്സെക്ഷനിലാണ്, 19B ജിയിൽ. ഓക്കെ, കമ്മിറ്റിയും ജനറൽ ബോഡിയും അംഗീകരിക്കണം. ഓക്കെ, ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടും റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും, അതായത് ഓഡിറ്റ് റിപ്പോർട്ടിലെ സമ്മറി ഓഫ് ഡിഫക്ട്സ്. ഓക്കെ, അപ്പൊ അത് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയും ജനറൽ ബോഡിയും അംഗീകരിക്കണം. ഓക്കെ, അപ്പൊ അത് പറയുന്നത് പ്രസ്തുത സംഘത്തിന്റെ കമ്മിറ്റിയും പൊതുയോഗവും അംഗീകരിച്ച തിരുത്തൽ റിപ്പോർട്ടിനോടൊപ്പം ഏറ്റവും പുതിയ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ട പോരായ്മകളുടെ സംഗ്രഹം, സമ്മറി ഓഫ് ഡിഫക്ട്സും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം അലോങ് വിത്ത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്. അപ്പോൾ ഒരു മെമ്പർക്ക് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് പറയുന്നത് 19B-യിലാണ്. ഓക്കെ, 19B-യിൽ റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ ആണ് ആ ഒരു സെക്ഷൻ പറയുന്നത്. സോറി, ആ ഒരു സെക്ഷൻ പറയുന്നത്. 19B-യിലെ ജി ആണ് എന്ത് പറയുന്നത്? ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കൂടെ എന്താ സമ്മറി ഓഫ് ഡിഫക്ട്സ്, അതായത് റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും സമ്മറി ഓഫ് ഡിഫക്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത് 19B ജി. അത് അപ്രൂവ് ചെയ്യുന്നത് കമ്മിറ്റിയും ജനറൽ ബോഡിയും ആയിരിക്കും. ഓക്കെ, അടുത്തത് question number 33. An ex officio member on the committee of a society shall have one vote but shall not have the right to vote for dash of office bearers of the society as per section dash of KCS Act 1969. Okay, അപ്പോൾ ഒരു സൊസൈറ്റിയിൽ
എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് ഒരു വോട്ട് ഉണ്ട്. ഓക്കെ, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് ഒരു വോട്ട് ഉണ്ട്, പക്ഷെ അവർക്ക് എന്തിനുള്ള അവകാശമാണ് ഇല്ലാത്തത്? ഓക്കെ, ഓഫീസ് ബെയറേഴ്സിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല. അത് എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട് ചെയ്യാനുള്ള അവകാശവും ഇല്ല, റിമൂവ് ചെയ്യാനുള്ള അവകാശവും ഇല്ല. ഓക്കെ, അതാണ് നമുക്ക് അവിടെ തിരുത്തൽ വന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നതിൽ മാത്രമേ എന്താ പറയാ അവകാശം ഇല്ലാതിരുന്നുള്ളൂ. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീക്കം ചെയ്യുന്നതിലും കൂടി ഇല്ല. ഓക്കെ, ഇലക്ഷനിലും റിമൂവലിലും ഓക്കെ ഓഫീസ് ബെയറേഴ്സിനെ ഇലക്ട് ചെയ്യുന്നതിനും റിമൂവ് ചെയ്യുന്നതിനും എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സിന് വോട്ട് ഇല്ല. ഇത് പറയുന്നത് സെക്ഷൻ 20D-യിലാണ്. 20D-യിൽ ഓക്കെ, സെക്ഷൻ 20 പറയുന്നത് നമുക്കറിയാം വോട്ട് ഓഫ് മെമ്പേഴ്സ് ആണ്. സെക്ഷൻ 20 ഈസ് വോട്ട് ഓഫ് മെമ്പേഴ്സ്. അതിൽ 20D-യിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. എക്സ് ഒഫീഷ്യോ മെമ്പർ ഓൺ ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൽ ഹാവ് 1 vote but shall not have the right to vote for the election and removal of office bearers of the society. Okay, section 20D. ഓക്കെ, അടുത്തത് സെക്ഷൻ 22 ആണ്. സെക്ഷൻ 22 എന്ന് പറയുമ്പം റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതിലുള്ള റെസ്ട്രിക്ഷൻസ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഒരു സൊസൈറ്റിയിൽ ഗവൺമെന്റിനോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡിനോ അതല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കമ്മിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനോ അല്ലാതെ മറ്റേ ഒരു മെമ്പർക്കും ആ സൊസൈറ്റിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ 1/5 പോർഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ മോർ ദാൻ ആ 1/5 ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവർക്ക് പറ്റും, ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് കമ്മിറ്റി ഓർ കോർപ്പറേഷൻ അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ്, ഇവർക്ക് പറ്റും. ഇവരല്ലാതെ വേറെ ഒരു മെമ്പർക്കും 1/5 എബവ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പം അതായത് ഈ ഒരു ഷെയർ ക്യാപിറ്റലിന്റെ മാക്സിമം എമൗണ്ട് ഒരു ഇൻഡിവിജ്വൽ മെമ്പർക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ലൈസൻസ് ഉള്ള ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഓക്കെ, RBI ലൈസൻസ് ഉള്ള ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ അതിൽ ഒരു ഇൻഡിവിജ്വലിന് ഹോൾഡ് ചെയ്യാവുന്ന മാക്സിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ ബാങ്കിന്റെ ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ 5% ആക്കിയിട്ട് ലിമിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ 5% ആണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഉള്ള ഒരു അർബൻ സഹകരണ ബാങ്ക് ആണെങ്കിൽ അവിടെ ഒരു വ്യക്തിഗത അംഗത്തിന് കൈവശം വെക്കാവുന്ന പരമാവധി ഓഹരി മൂലധന തുക ബാങ്കിന്റെ ആകെ അടച്ചു തീർത്തിട്ടുള്ള ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റലിന്റെ 5% ആക്കിയിട്ട് മാറ്റി. ഓക്കെ, ഇതാണ് സെക്ഷൻ 22. ഓക്കെ, the fourth question ആണ്, in the case of liability of a deceased member on the date of his death shall continue for a period of dash years of such date. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു മെമ്പർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത മരിച്ച ദിവസം മുതൽ എത്ര നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ആൻസർ ഇസ് 3 years. മുമ്പ് അത് 2 വർഷമായിരുന്നു. ഇപ്പൊ നമുക്ക് അമെൻമെന്റിലൂടെ അത് 2 മാറ്റിയിട്ട് 3 വർഷം ആക്കിയിട്ടുണ്ട് ആളുടെ ബാധ്യത. ഓക്കെ, സെക്ഷൻ 26-ലാണ് അത് പറയുന്നത്. 26-ലെ 1B ഓക്കെ, സബ്സെക്ഷൻ 1B ആണ്. സെക്ഷൻ 26 എന്താണ് പറയുന്നത്? ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ. ഓക്കെ, ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ ഓഫ് എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ സെക്ഷൻ 26 ആണ്. അപ്പോൾ 26-ൽ 1B പറയുന്നത് ആളുടെ ലയബിലിറ്റി 2 വർഷം എന്നുള്ളത് 3 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35 ആണ്. The election to the committees of all dash shall not be conducted on ward basis, irrespective of any provisions to the contrary contained in the bylaws of such society as per section dash of KCS Act 1969. Okay, അപ്പം ഇലക്ഷൻ ടു കമ്മിറ്റീസ് ആണ്. ഇലക്ഷൻ ടു കമ്മിറ്റീസ് പറയുന്നത് സെക്ഷൻ 28 ആണ് അല്ലെ? സെക്ഷൻ 28 ആണ് ഇലക്ഷൻ അപ്പോയിന്റ്മെന്റ് ഓഫ് കമ്മിറ്റി പറയുന്നത്. അതിൽ സബ്സെക്ഷൻ 1-ൽ ഒരു പോയിന്റ് ഉണ്ട്, ദ ഇലക്ഷൻ ടു ദി കമ്മിറ്റീസ് ഓഫ് ദ സൊസൈറ്റീസ് ഷാൽ നോട്ട് ബി കണ്ടക്റ്റഡ് ഓൺ വാർഡ് ബേസിസ്. ഓക്കെ, അതായത് സൊസൈറ്റികളിലെ ഒരു സൊസൈറ്റികളിലെ കമ്മിറ്റി ഇലക്ഷൻ വാർഡ് ബേസിസിൽ നടത്താൻ പാടില്ല
അതായത് എന്തെങ്കിലും ബൈലോസിൽ എന്തെങ്കിലും കോൺട്രറി പറയുന്നുണ്ടെങ്കിൽ അത് അല്ലാതെ വാർഡ് ബേസിസിൽ നടത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, എല്ലാ സൊസൈറ്റീസും അല്ല. അമെൻമെന്റ് വന്നിട്ടുള്ളത് ഇവിടെയാണ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിലും അതുപോലെ തന്നെ എല്ലാ പ്രൈമറി സൊസൈറ്റീസിന്റെ കേസസിലും മാത്രമാണ്. ഓക്കെ, അപ്പോൾ സംഘങ്ങളിലെ കമ്മിറ്റികളിലേക്ക് എന്നുള്ളത് മാറ്റിയിട്ട് പ്രത്യേകമായിട്ട് എല്ലാ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിലും അതുപോലെ തന്നെ എല്ലാ പ്രാഥമിക സംഘങ്ങളിലെയും കമ്മിറ്റിയിലേക്കുള്ള എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാർഡ് ബേസിസിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പാടില്ലാത്തത് ഓൾ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും അതുപോലെ തന്നെ ഓൾ പ്രൈമറി സൊസൈറ്റീസും. ഇത് പറയുന്നത് സെക്ഷൻ 28 1 സബ്സെക്ഷനിലാണ്. ഓക്കെ, അപ്പം എനിക്ക് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, സുഖമില്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. ഓക്കെ, അപ്പം ഈ വീഡിയോ നമുക്ക് ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പം സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.